ഇപ്പോൾ ജസ്റ്റിസ് രാമചന്ദ്രനൊപ്പം മുനമ്പം കമ്മീഷനൊപ്പം പ്രദീപ് ചേരുന്നുണ്ട്. പ്രദീപ്, ഇത്തരമൊരു ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ ഓർഡർ ലഭിക്കുമ്പോൾ കമ്മീഷൻ എന്താണ് പറയാനുള്ളത്? നേരത്തെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് വന്ന സാഹചര്യത്തിൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം താൽക്കാലികമായി നിർത്തുന്നു. തുടർ ഉത്തരവുകൾക്ക് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് അന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറയുന്നത്. സാർ, നേരത്തെ ഈ ഹർജി ഹൈക്കോടതിയിൽ എത്തിയ സമയം തന്നെ അങ്ങ് പ്രവർത്തനങ്ങളിലൊരു അല്പം മന്ദത വരുത്തിയായിരുന്നു അല്ലേ? അല്ല, കമ്മീഷൻ്റെ നിയമനത്തെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേസ് വന്നപ്പോൾ മുതൽ കമ്മീഷൻ പ്രവർത്തനം നിർത്തിവെച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കമ്മീഷൻ്റെ പ്രവർത്തനത്തിന് സ്റ്റേ ചെയ്തിരുന്നില്ല. എങ്കിൽ പോലും ആസ് എ മാറ്റർ ഓഫ് പ്രൊപ്പറൈറ്റി കമ്മീഷൻ തോന്നിയത് ശരിയല്ല മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കമ്മീഷനെ തുടരാവോ ഇല്ലയോ എന്ന് ഹൈക്കോടതി പറയട്ടെ, അതിന് വെയിറ്റ് ചെയ്തു. പക്ഷേ ഹൈക്കോടതി സിംഗിൾ ജഡ്ജ് വിധി നിർഭാഗ്യവശാൽ കമ്മീഷൻ്റെ പ്രവർത്തനം തടയുകയാണ് ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ അപ്പീൽ കൊടുത്തു. ഗവൺമെൻറ് അപ്പീൽ കൊടുത്ത് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു കമ്മീഷൻ മുമ്പോട്ട് പോകാം, കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കാം. പക്ഷേ കമ്മീഷൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് മുമ്പായിട്ട് ഗവൺമെൻറ് ഡിവിഷൻ ബെഞ്ചിൻ്റെ അനുവാദം വാങ്ങിക്കണം. അത് ഡിവിഷൻ ബെഞ്ച് അപ്പീൽ പെൻഡിങ് ആണ്. ഇപ്പോൾ ഇൻട്രീം ഓർഡർ മാത്രമേ ഉള്ളൂ, താൽക്കാലിക ഉത്തരവ് മാത്രമേ ഉള്ളൂ. അത് കമ്മീഷൻ്റെ പ്രവർത്തനത്തിന് അനുവദിച്ചുള്ള റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് കമ്മീഷൻ പ്രവർത്തനം പുനരാരംഭിക്കും ഉടനടി. ഇന്ന് തന്നെ തുടങ്ങി. ഇനി കമ്മീഷൻ സംബന്ധിച്ചോളം പറഞ്ഞാൽ പഠിച്ച് റിപ്പോർട്ട് കൊടുത്താൽ മതി. കാര്യം വെച്ചാൽ ഹിയറിംഗ് കഴിഞ്ഞായിരുന്നു, രേഖകളൊക്കെ മേടിച്ചായിരുന്നു. ഇനി കമ്മീഷൻ പഠിച്ച് ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധി പരിശോധിച്ച് ഗവൺമെൻറ് ഏത് രീതിയിൽ ഇവരെ സംരക്ഷിക്കണം വേണ്ടി വന്നാൽ എന്ന് പറയണം. ഇനി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏകദേശം എത്ര കാലം സമയം ആവശ്യമുണ്ടായിരിക്കാം? അല്ല, കമ്മീഷന് സർക്കാർ തന്നിരിക്കുന്ന സമയം, കോടതി കേസ് വന്നപ്പോൾ സർക്കാർ സ്വമേധയാ സമയം നീട്ടിത്തന്നു. സർക്കാർ വാസ്തവത്തിൽ 3 മാസം നീട്ടി തന്നായിരുന്നു. പക്ഷേ അതിലൊരു മാസം കൂടെ ഇപ്പോൾ നഷ്ടമായി. ഇനിയിപ്പം മെയ് 31 വരെയാണ് സമയം. അതായത് റിപ്പോർട്ട് കൊടുക്കാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിനു മുമ്പായിട്ട് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ മെയ് 31 മുൻപ് റിപ്പോർട്ട് കൊടുക്കാൻ സമർപ്പിക്കുന്നത് പ്രതീക്ഷിക്കും. മെയ് 30 മുമ്പ് കൊടുക്കാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വഖഫ് ബിൽ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുനമ്പത്ത് നിന്ന് ആരെയും ഒഴിപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാട് കൂടി അവരെടുത്തിട്ടുണ്ട്. അല്ല, മുസ്ലിം ലീഗിൻ്റെ ഒരു നയത്തിനെ തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുന്നു. അത് ഏത് രീതിയിൽ അവരെ സഹായിക്കുന്നു വെച്ചാലും അത് വളരെ നല്ല കാര്യമാണ്. മുസ്ലിം ലീഗിൻ്റെ സമീപനം വളരെ വളരെ പ്രശംസാർഹമാണ്. അതിനെനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ അതൊരു രാഷ്ട്രീയ നിലപാടാണ്. പക്ഷേ നിയമത്തിലെ നിലപാടെന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത്. വഖഫ് ബോർഡ് കേസ് കണ്ടസ്റ്റ് ചെയ്യാണ്. ഫറൂഖ് കോളേജാണ് കേസ് കൊടുത്തേക്കണം, വഖഫ് ട്രൈബ്യൂണലിൽ. അതിനെ വളരെ ഗൗരവമായിട്ട് കണ്ടസ്റ്റ് ചെയ്യണം വഖഫ് ബോർഡ്. പിന്നെ വഖഫ് ബോർഡിൻ്റെ കണ്ടസ്റ്റ് മുതലുള്ള കേസിന് ഇപ്പോൾ പുതിയൊരു നിയമം അനുസരിച്ച്, അമെൻമെൻ്റ് അനുസരിച്ച് ഇപ്പോൾ അപ്പീലിൽ ഹൈക്കോടതിയിലേക്കുണ്ട്. നേരത്തെ അതില്ലായിരുന്നു. ഇപ്പം ഒരു റിവ്യൂ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയൊരു ആശ്വാസമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു കോടതി മിസ്സാകത്തില്ല. 2 രീതിയിലുള്ള രണ്ട് പരിഗണന. ഒന്ന് ജില്ലാ ജഡ്ജി റാങ്കുള്ള വഖഫ് ട്രൈബ്യൂണൽ, അതിന് മുകളിൽ ഹൈക്കോടതി. അതോടെ നിയമപരമായിട്ട് അവർക്ക് ഏത് സംരക്ഷണം കിട്ടുന്നുള്ളത് ശരിയാവും. പിന്നെ കമ്മീഷനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ആശയം, ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ഈ കമ്മീഷൻ നിയോഗിച്ചത് ഏത് രീതിയിലും ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കണം. മുനമ്പത്തെ നിവാസികളെ, സ്ഥിരതാമസക്കാരെ, ബോണഫൈഡ് ആയിട്ടുള്ള താമസക്കാരെ സംരക്ഷിക്കണം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണ്. ആ ഗവൺമെൻറ്റിൻ്റെ നയത്തിന് ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധികൾ എന്തൊക്കെയാണ് പരിശോധിച്ച് ഗവൺമെൻറ് നിയമനിർമ്മാണമുണ്ട്. ലാൻഡിനെ സംബന്ധിച്ച് ഗവൺമെൻറ് അൾട്ടിമേറ്റ്. ജസ്റ്റിസ് രാമേന്ദ്രൻ നായരാണ് പ്രദീപിനോട് സംസാരിച്ചത്. കമ്മീഷൻ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്.